സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പരമാവധി ഞങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ കൂട്ടിത്തരിക. എന്തായാലും കേരളം ഭാഗ്യം അടിച്ചു എന്നാണ് തോന്നുന്നത്. കോൾ അടിച്ചു കേരളത്തിന്. എല്ലാ ജില്ലയിലും എയിംസ് വരികയാണ്. ഒരു എയിംസ് വരുത്താൻ നമ്മളെ കൊണ്ട് ഇത്രയും കാലമായിട്ട് കഴിഞ്ഞില്ല. സ്വതന്ത്ര ഇന്ത്യയിൽ, സ്വതന്ത്ര കേരളത്തിൽ 56 മുതൽ ഇവിടെ ഇരുന്ന് എത്രയോ ഗവൺമെൻറ്റുകൾ കേരളത്തിലും കേന്ദ്രത്തിലും ഒക്കെ വന്നു. എത്രയോ മന്ത്രിമാർ, 4 മന്ത്രിമാർ വരെ കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിൽ വന്നു. പ്രതിരോധ മന്ത്രിയായിട്ട് ശ്രീ എ.കെ. ആൻ്റണി വന്നു. അതുപോലെ തന്നെ പി.ജെ. കുര്യൻ അവർ വന്നു. അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് അവർ വന്നു. വയലാർ രവി വലിയ വകുപ്പിൽ കേന്ദ്രത്തിൽ വന്നു. അങ്ങനെ വലിയ തോതിലാണ് നമുക്കിവിടെ കേന്ദ്രമന്ത്രിമാരെ കിട്ടിയിരുന്നത്. അത്രയും വലിയ കേന്ദ്രമന്ത്രിമാരെ, പിന്നെ കലാകാലങ്ങളിൽ ഒരുപാട് കേന്ദ്രമന്ത്രിമാരെ കിട്ടി. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടും എയിംസ് വന്നില്ല. BJP വന്നിട്ട് ഇപ്പോൾ 11ാമത്തെ വർഷമാകുന്നു. 11 വർഷം കഴിയുന്നു. അപ്പോഴും എയിംസ് 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 എന്ന് ബഹളം ഉണ്ടാക്കുന്നു. അതിനിടയിലാണ് സുരേഷ് ഗോപി ഒരു ബോംബ് പൊട്ടിച്ചത്. ആ ബോംബ് ആലപ്പുഴയിൽ മാത്രമല്ല പൊട്ടിയത്, 14 ജില്ലകളിലും പൊട്ടി എന്നുള്ളതാണ് തമാശ. ഓരോ ജില്ലയിലെയും BJP നേതാക്കൾ ഞങ്ങൾക്ക് വേണം എയിംസ്, ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ശ്രീ സുരേഷ് ഗോപി അവർ BJPയുടെ സംസ്ഥാന സമിതിയുമായിട്ടൊരു സമവായം ഉണ്ടാക്കിയിട്ട് ബോംബ് പൊട്ടിക്കണ്ടേ? അപ്പോൾ ഒരു കാര്യമില്ലാതെ അദ്ദേഹം ബോംബ് പൊട്ടിച്ചു. ആരുമായിട്ട് ആലോചിക്കാതെ അദ്ദേഹം ബോംബ് പൊട്ടിച്ചു. ഉടൻ തന്നെ MD രമേശ് രംഗത്ത് വന്നു. അങ്ങനെ ആലപ്പുഴയ്ക്ക് കൊടുക്കണമെന്നൊരു നിർബന്ധമില്ല, കോഴിക്കോടായാലും കുഴപ്പമില്ല. അപ്പോൾ കാസർഗോഡുള്ള BJPക്കാർ വന്ന് പറഞ്ഞു കാസർഗോഡ് തന്നെ വേണം, നേരത്തെ പരിഗണിച്ചൊരു സ്ഥലമാണ്. അപ്പോൾ വേറെ കുറച്ച് പേർ പറഞ്ഞു തിരുവനന്തപുരമാണ് ഏറ്റവും ഐഡിയലായിട്ടുള്ളത്, തിരുവനന്തപുരത്താകുമ്പോൾ തലസ്ഥാനമാണ്, പിന്നെ എയർപോർട്ടുണ്ട്, അപ്പോൾ എയിംസ് തിരുവനന്തപുരത്ത് തന്നെ വേണമെന്ന് പറഞ്ഞ് വേറൊരു വിഭാഗക്കാർ. അപ്പോൾ തിരുവനന്തപുരത്ത് വരിക എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലായിരിക്കും വരുന്നല്ല, നഗരത്തിനകത്ത് സ്ഥലമില്ലല്ലോ. അപ്പോൾ തിരുവനന്തപുരത്ത് വേണമെന്ന് തിരുവനന്തപുരത്തുകാർ, ആലപ്പുഴയാണെന്ന് സുരേഷ് ഗോപി, അത് വടക്കോട്ട് പോകണമെന്ന് MD രമേശിനെ പോലെയുള്ള ആളുകൾ. ചുരുക്കത്തിൽ BJPക്കകത്ത് തന്നെ വലിയ പടയാണ് ഈ ഒരു സ്ഥാപനം. ഇവിടെ ആരും വന്നില്ല, വരാനും പോണില്ല. വാങ്ങാൻ പോകുന്ന വാങ്ങാത്ത ഉടുപ്പിന് വേണ്ടി ചേട്ടന്മാർ തമ്മിൽ അടികൂടുന്ന കണ്ടിട്ടില്ല. വീട്ടിൽ ഉടുപ്പ് വാങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ വയ്ക്കാത്ത പായസത്തിന് വേണ്ടി തല്ലുകൂടുന്നത് പോലെ, കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറഞ്ഞ പോലെ ഇരുന്ന് അടിക്കുകയാണ്. അങ്ങനെ എയിംസ് എവിടെ വേണം, എവിടെ വേണം, എവിടെയെങ്കിലും ഒരിടത്ത് കൊടുക്കണം. ഇത് കേന്ദ്ര ഗവൺമെൻറ് എയിംസ് കൊടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ ISRO എന്തെങ്കിലും കണ്ടുപിടിക്കുന്ന പോലെ, റോക്കറ്റ് കണ്ടുപിടിക്കുന്ന പോലെ, ചന്ദ്രൻ ആളെ അയക്കും പോലുള്ളൊരു കാര്യമാണോ? ഇതൊരു വലിയ ഒരു ഹോസ്പിറ്റൽ, ആൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലുള്ള ഒരു ഹോസ്പിറ്റൽ സംവിധാനം, ഒരു മെഡിക്കൽ കോളേജ് സംവിധാനം. അത് നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് കൊടുക്കാന്നേ. എവിടെ കൊടുത്താലും അതിനകത്തൊരു വികസനം ഉണ്ടാവും, ആ പ്രദേശത്തിൻ്റെ വികസനം ഉണ്ടാവും, സംസ്ഥാനത്തുള്ള ആളുകൾക്ക് പോയി ചികിത്സിക്കാൻ പറ്റും. അപ്പോൾ അതിനൊരു എത്ര വിവാദത്തിൻ്റെ കാര്യമുണ്ടോ? പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? മലയാളി ഇങ്ങനെയാണ്, സകലതിനും വിവാദം ഉണ്ടാക്കും. നല്ല അടിപൊളി വീട് വയ്ക്കും, വീട്ടിൻ്റെ മുന്നിൽ പാല് കാച്ചി വരുമ്പോൾ ആളുകൾ വരുമ്പോൾ കാർ ഷെഡിൻ്റെ സൈഡിലെങ്കിലും കുറച്ച് അഴുക്ക് കിടക്കും. അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ മലയാളിക്ക് സമാധാനം ഉണ്ടാവില്ല. ഇപ്പോൾ ഇതാ BJPക്കകത്ത് തന്നെ സുരേഷ് ഗോപി വിരുദ്ധമായിട്ടുള്ള ഒരു ചർച്ച. സുരേഷ് ഗോപി കേരളവുമായി ചർച്ച ചെയ്യുന്നില്ല, BJP നേതാക്കളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, അങ്ങനെ പരസ്യമായി പ്രഖ്യാപിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് മറ്റ് മുൻനിര നേതാക്കളെല്ലാം രംഗത്ത് ചാടിയിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത ഒരുപാട് വിഷയങ്ങളിലാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. എല്ലാവരും കൊള്ളാം, പറയുന്ന ചേട്ടനും കേട്ട ചേട്ടനും പ്രചരിപ്പിക്കുന്ന ചേട്ടന്മാരും എല്ലാവരും ഒരേ തൂവൽ പക്ഷികൾ.